ഇതൊക്കെ എന്റെ കൂടെ വന്ന് ഇതൊക്കെ ചെയ്യുന്നതിന് 1 ലക്ഷം രൂപ നിങ്ങളുടെ സമയത്തിന് ഞാൻ തരാൻ പോകും. താങ്കൾ പറയുന്നത് തെറ്റാണ്. 4000 രൂപയ്ക്ക് ലോട്ടറി വാങ്ങിയെന്നാ പറയുന്നത്. ഇത്രയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നാ ഇരിപ്പുണ്ട് ഇത്. ഒരുപാട് പേർക്ക് ഞാൻ ഫ്രീ ആയിട്ട് തന്നെ കൊടുത്തത്. 4000 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് എനിക്ക് കിട്ടിയത് ആകെ 200 രൂപ കിട്ടി. ആ 200 രൂപ ഇവര് തരണില്ല. അണ്ണാ ഇപ്പൊ എങ്കർക്ക് അണ്ണൻ പറയുന്നത് ഞാൻ അണ്ണനെ 100 രൂപ പറ്റിച്ചു എന്നാണ് പറയുന്നത്. ഇതെവിടെയാ സ്ഥലം? ഇത് തമിഴല്ലേ? നിങ്ങള് തമിഴ്നാട്ടിൽ നിന്നാണോ ഈ ബോച്ചെട്ടി വാങ്ങിയത് അതോ കേരളത്തിൽ നിന്നാണോ? കാരണം തമിഴ്നാട്ടിൽ ഞാൻ ഇതിന്റെ ബിസിനസ് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തമിഴ്നാട്ടിന് ഇപ്പൊ ഇത് കിട്ടില്ല. പിന്നെ ചിലവരൊക്കെ ബ്ലാക്കിൽ അടിക്കണ്ടെന്ന് പറഞ്ഞു കേട്ടു തമിഴ്നാട്ടിലൊക്കെ കൊണ്ടുപോയിട്ട്. കാരണം അവിടെ ലോട്ടറി ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് കേരളത്തിൽ കല്യാണം കഴിച്ചു കൊടുക്കാതെ പൈസ ഇല്ലാത്തപ്പോ ബോച്ച ടി കൊണ്ട് അവിടെ സ്പോൺസർ ചെയ്ത് കഴിഞ്ഞിട്ട് അത് വെച്ച് നോക്കിയിട്ട് ഞാൻ ഇതേപോലെ ഒരു 40 കാണാൻ എടുത്തായിരുന്നു. എടുത്തിട്ട് എനിക്ക് 100 രൂപ പ്രൈസ് ഉണ്ടായിരുന്നു. അവിടെ പോയി ചോദിച്ചപ്പോ ആ 100 രൂപ പ്രൈസ് തരണില്ല ഇവര്. അണ്ണാ ഞാൻ 100 രൂപ പറ്റിക്കണ ആളല്ല ഈ ബോച്ചെ. നിങ്ങൾ തമിഴ്നാട് ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയണ്ടാവില്ലേ ചിലപ്പോ, അതുകൊണ്ടായിരിക്കും. ഞാൻ ഇതുവരെ ഒരു 70ഓളം പേർക്ക് 10 ലക്ഷം വെച്ചിട്ട് ഡെയിലി കൊടുത്തു. അപ്പൊ തന്നെ എത്ര കോടി രൂപയായെന്ന് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഒരു 9 ലക്ഷത്തിന്റെ അടുത്ത് ആൾക്കാർക്ക് ക്യാഷ് പ്രൈസ് കൊടുത്തു. ഡെയിലി കൊടുക്കുന്നുണ്ട് 13,000-ന് മുകളിൽ ആൾക്കാർക്ക് ക്യാഷ് പ്രൈസ്. അപ്പോ ഇത്രയും ലക്ഷം പേർക്ക് ഇതുവരെ കൊടുത്തു. ഏകദേശം 20 കോടി രൂപയോളം ഞാൻ സമ്മാനം നൽകി കഴിഞ്ഞു. ഇതാ ഇവിടെ നോക്കിക്കോളൂ. ഇതൊക്കെ 10 ലക്ഷം അടിച്ചവരുടെ ഫോട്ടോസാണ്. ഇതെന്റെ സോഷ്യൽ മീഡിയയിൽ കാണിയ ഡെയിലി വന്ന് കിടക്കണ പ്രൂഫ് അടക്കം കാണാം. ഇതൊക്കെ കണ്ട ഞാൻ സ്പീഡിൽ കാണിച്ചു തരാം. ഇത് കണ്ട ഈ ലിസ്റ്റ് കണ്ട 8 ജില്ലാ ലക്ഷത്തിന്റെ ലിസ്റ്റാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഒക്കെ പ്രൂഫായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ് താങ്കൾ ഇങ്ങനെ പറയുന്നേ എന്നറിയില്ല. എന്തിനാ ഇത്ര അധികം ടീ ഒക്കെ വാങ്ങുന്നേ? എന്റെ അമ്മ, ഭാഗ്യമുള്ളവന് 1, 2, 4 വാങ്ങിച്ചാലും അടിക്കുമല്ലോ. ഇത്ര അധികം ടീ ഒക്കെ വാങ്ങണത് എന്തിനാ? എനിക്ക് പ്രൈസ് ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ വിളിക്കരുത്, നേരിട്ട് പോയി വാങ്ങിക്കുവാന്ന് പറഞ്ഞ അവരുടെ ജ്വല്ലറി പോയപ്പോ ഞാൻ പോയി ചോദിച്ചപ്പോ അവര് എനിക്ക് പൈസ തരണില്ല. 100 രൂപ പ്രൈസ്. നിങ്ങൾ പറയുന്നു ജ്വല്ലറി പോയിന്ന് കാശ് കിട്ടാൻ വേണ്ടി 100 രൂപയ്ക്ക്. എന്തിനാ ജ്വല്ലറി പോണേ? ജ്വല്ലറിയിൽ കാശ് കൊടുക്കുന്നില്ലല്ലോ. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും, ബാങ്ക് അക്കൗണ്ടിലേക്ക്. എത്ര ലക്ഷം ആൾക്കാർക്ക് കിട്ടി പൈസ? എന്താ നിങ്ങൾക്ക് മാത്രം കിട്ടാത്തത്? കുറച്ചു പേർക്കൊക്കെ കിട്ടാത്തതുണ്ട്. ഇതിൽ സോഷ്യൽ മീഡിയയിൽ അവര് പറയാറുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാല് ചെക്ക് ചെയ്ത് നോക്കുമ്പോ വിഡ്രോവൽ ഓപ്ഷൻ പ്രസ് ചെയ്യണം. ചിലർ അത് പ്രസ് ചെയ്യില്ല. അത് പ്രസ് ചെയ്തിട്ട് IFS കോഡ് അങ്ങനെ അക്കൗണ്ട്സിന്റെ ഡീറ്റെയിൽസ് മൊത്തം കൊടുക്കണം. അപ്പൊ ചിലയിടത്ത് വെച്ചിട്ട് അത് നിർത്തും. അവർക്ക് അറിയില്ല മുമ്പോട്ട് എങ്ങനെ പോകണം. അപ്പൊ കസ്റ്റമർ കെയറിന് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് കഴിയുമ്പോൾ അവർക്ക് കിട്ടാറുണ്ട്. അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോ അങ്ങനെയൊക്കെയുള്ള ഡിലേ കുറച്ച് പേർക്ക് വരാം. ഇത്ര ലക്ഷം പേർക്ക് കൊടുത്ത ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ആയി കാണുന്നത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തിനാ 100 രൂപയ്ക്ക് നിങ്ങളെ പറ്റിക്കുന്നത്? അങ്ങനെ പണ്ണ മാട്ടേ. പക്ഷെ നിങ്ങളെ കണ്ടിട്ട് ഒരു കൊട്ടേഷൻ എടുത്ത പോലെ തോന്നണില്ല. നിങ്ങളെ കണ്ടിട്ട് ഒരു ഇന്നസെന്റ് പോലെ എനിക്ക് തോന്നണേ. ഇപ്പൊ തമിഴ്നാട്ടിലും കൊട്ടേഷനോ? മുമ്പൊരു കൊട്ടേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കൈയോടെ പിടിച്ച് മറുപടി കൊടുത്തിരുന്നു. പക്ഷെ ഇത് ചിലര് കൊട്ടേഷനായിട്ട് വരും, ചിലര് അതല്ല. ഇതുപോലെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഇതിന് മറുപടി കൊടുക്കും. അപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണും. അപ്പോ സോഷ്യൽ മീഡിയ വഴി യൂട്യൂബിൽ നിന്നൊക്കെ ലക്ഷക്കണക്കിന് രൂപ കിട്ടും. അപ്പോ ചിലപ്പോ അങ്ങനെ ചിലവർ ചെയ്യാറുണ്ട്. മനഃപൂർവ്വം എന്തെങ്കിലും ഇടാ, ബോച്ചയെ മറുപടി കൊടുക്കും, യൂട്യൂബ് കാശ് തരും. അങ്ങനെയുണ്ട്. ഇതിപ്പോ ഏതാ ഇതില് നിങ്ങൾ കൊട്ടേഷൻ എടുത്തതാണോ അതോ യൂട്യൂബ് ചാനൽ കാശ് കിട്ടാൻ വേണ്ടി ചെയ്താണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ 100 രൂപ നഷ്ടപ്പെടില്ല. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഏത് കടയിലാ പോയത്, ആരോടാ ചോദിച്ചത് എന്നൊക്കെ ഒന്ന് അറിയാൻ താല്പര്യമുണ്ട്.
കാരണം അത്രയും ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരു സ്റ്റാഫാണ് എൻ്റെ ജ്വല്ലറിയിൽ ഇരിക്കണമെങ്കിൽ ഉടൻ ഞാൻ അവനെ പറഞ്ഞു വിടും. അപ്പോ ഞാൻ തന്നെ കൂടെ വരാം. ഇത് ഇത്രയും ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടണതല്ലേ, കാണുന്നതല്ലേ, ഒരു വിശ്വാസ പ്രശ്നമല്ലേ. അതുകൊണ്ട് താങ്കൾ കോണ്ടാക്ട് തരണം, ഞാൻ നിങ്ങളുടെ കോണ്ടാക്ട് എടുക്കാം. അല്ലെങ്കിൽ ഒരു മറുപടി ഇതുപോലെ വീഡിയോകൾ ഇനിയും ഇടയ്ക്കൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ, അതിൽ പറഞ്ഞാലും മതി. ഞാൻ ഒരു കാർ അയക്കാം, അല്ലെങ്കിൽ ഞാൻ തന്നെ കൂടെ വരാം, നിങ്ങളെ കയറ്റി നിങ്ങൾ പോയ ജ്വല്ലറികളിലൊക്കെ പോയി 100 രൂപ ആരോടാ ചോദിച്ചേ എന്ന് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ ആ സ്റ്റാഫുകൾക്കെതിരെ എനിക്ക് നടപടി എടുക്കാലോ. ഇത്രയും ഉത്തരവാദിത്തം ഇല്ലാത്തവന്മാരാണെങ്കിൽ തീർച്ചയായിട്ടും. പിന്നെ നിങ്ങൾ എൻ്റെ കൂടെ വന്ന് ഇനി സമയമൊക്കെ ചെലവഴിക്കുന്നില്ലേ, അതിന് ഇതൊക്കെ എൻ്റെ കൂടെ വന്ന് ഇതൊക്കെ ചെയ്യുന്നതിന് 1 ലക്ഷം രൂപ നിങ്ങളുടെ സമയത്തിന് ഞാൻ തരാൻ പോവുക, ഒരു സമ്മാനം. നിങ്ങൾക്ക് ഇത്രയൊക്കെ നഷ്ടം 100 രൂപ കിട്ടിയില്ല, ജ്വല്ലറികളിൽ പോയി മാനസിക വിഷമം ഉണ്ടായി, വിഭ്രാന്തി, എന്തെല്ലാം പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഞാൻ നിങ്ങളെ കാറിൽ കൂട്ടിക്കൊണ്ട് ഞാൻ തന്നെ വരാൻ പോവുകയാണ്. അത് നമുക്കൊരു വീഡിയോ എടുക്കണം. 1 ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് തരും ഈ കഷ്ടപ്പാടിന്. ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ കേട്ടോ. ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ പറ്റിച്ച് ഇപ്പൊ ഒരുപാട്, ഞാനിപ്പോ കുറെ ആൾ 4000 രൂപ മേളിൽ ലോട്ടറി എടുത്തിട്ടുണ്ട്. എനിക്ക് പൈസ അടിച്ചിട്ട് ആ പൈസ ഇവര് തരുന്നില്ല. പിന്നെ നിങ്ങളൊരു കാര്യം പറയണു, ഇവര് പറ്റിക്കുകയാണ്, എല്ലാവരെയും പറ്റിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് രാജ്യസ്നേഹം, നാട്ടുകാരോടും സ്നേഹമുണ്ട്. കണ്ടില്ലേ, ഇത്രയും പേര്, ഒരുപാട് പേരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ പറയണു. അപ്പൊ നിങ്ങള് എത്രയോ പേരുടെ അടുത്ത് പോയി ചോദിച്ചു മനസ്സിലാക്കി ഇല്ലേ, എത്രയോ പേർക്ക് കിട്ടിയില്ല, എത്രയോ പേരെ പറ്റിച്ചു എന്ന്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇതിപ്പോ ഞാൻ കാണിച്ചില്ലേ, 20 കോടിയോളം കൊടുത്തിട്ടുള്ള 8 ചില്ലാൻ ലക്ഷം ആൾക്കാരുടെ ഇതല്ലേ ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ പറ്റിച്ചതാണോ? ഇവർക്കൊക്കെ ബാങ്കിൽ നിന്ന് പോയതാണ് ഞാൻ കാണിക്കുന്നത്. അക്കൗണ്ടിലേക്ക് ക്യാഷ് പോയ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് കാണുന്നത്. അപ്പൊ എങ്ങനെയാ ഇതൊക്കെ കാണുമ്പോ പറ്റിച്ചു എന്ന് പറയാൻ പറ്റുക? ഞാൻ ഇത്രയൊക്കെ രൂപ 4000 രൂപയ്ക്ക് ലോട്ടറി എടുത്തിട്ടുണ്ട്. 4000 രൂപയ്ക്ക് എടുത്തിട്ട് എന്റെ കൂട്ടുകാർക്ക് 2-3 പേർക്ക് എല്ലാം കൊടുത്തായിരുന്നു. താങ്കൾ പറയുന്നത് തെറ്റാണ്. 4000 രൂപയ്ക്ക് ലോട്ടറി വാങ്ങിയെന്നാ പറയുന്നത്. ഇത് ലോട്ടറി അല്ല. ലോട്ടറി വാങ്ങാന്ന് പറഞ്ഞാൽ ടിക്കറ്റ് പൈസ കൊടുത്ത് വാങ്ങണേനാണ് ലോട്ടറി എന്ന് പറയുന്നത്. ഇതല്ലല്ലോ, നിങ്ങൾ ചായപ്പൊടിയാണ് വാങ്ങിയത്. നിങ്ങൾ 40 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് നല്ല അടിപൊളി ചായ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ടിക്കറ്റ് ഫ്രീ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ലോട്ടറി വാങ്ങി എന്ന് പറയരുത്, ടിക്കറ്റ് വാങ്ങിയതല്ല. ആൾക്കാർ തെറ്റിദ്ധരിക്കും. കാരണം ഈ ലോട്ടറി അല്ലെങ്കിൽ ടിക്കറ്റ് വാങ്ങി എന്ന് പറഞ്ഞാൽ അറാമാ, മനസ്സിലായി? ഇത് ടിക്കറ്റ് വിൽപ്പനയല്ല, ഇത് സെയിൽസ് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ടിക്കറ്റ് ഫ്രീ കൊടുക്കുകയാണ്. ഇത് ലോകമെമ്പാടുമുള്ള ഒരു പ്രാക്ടീസാണ്, ഇന്റർനാഷണൽ ബിസിനസ് പ്രാക്ടീസാണ്. ഞാൻ നിയമപരമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് ലോട്ടറി അല്ല അണ്ണ. ചെമ്മണ്ണൂർ ജ്വല്ലറി എന്ന് പറഞ്ഞ ചുമ്മാ കളിപ്പീര. ഞാൻ അവിടെ സ്വർണ്ണ എല്ലാം എടുത്തിട്ടുണ്ടാണ് 2 കൊല്ലത്തിന് മുമ്പ്. കണ്ടിന്യൂ ആയിട്ട് ഞാൻ സ്വർണ്ണ എല്ലാം എടുക്കുന്നുണ്ട്. സ്വർണത്തിന് കുഴപ്പമില്ല. സ്വർണ്ണമൊക്കെ എടുക്കുന്നുണ്ട്, അതൊക്കെ നല്ലതാ, കുഴപ്പമില്ല എന്ന് നിങ്ങൾ പറയുന്നത്. അങ്ങനെ പറഞ്ഞതിന് നന്ദി. അതൊരു സൈക്കോളജിയാണ്. ചിലപ്പോ എനിക്കറിയില്ല, ചില മുമ്പത്തെ വീഡിയോകളിലൊക്കെ പറയും, പല വീഡിയോകളിലും പറയും ഇതൊക്കെ ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ ബോച്ച അറിഞ്ഞിട്ടാണ് ആവുക. ബോച്ച അങ്ങനെയൊന്നും അറിഞ്ഞാൽ ചെയ്യാൻ വഴിയില്ല എന്ന് പറയുമ്പോൾ അയാളുടെ ഇന്നസെൻസ് കാണിക്കുന്ന ഒരു സൈക്കോളജിയാണ്. ജനങ്ങൾ എന്ത് മനസ്സിലാക്കും? ഓ, അല്ലെങ്കിൽ ബോച്ചേനെയും കുറ്റം പറയണം. കൊട്ടേഷൻ എടുത്ത ആളാണെങ്കിൽ ബോച്ചേനെയും കുറ്റം പറയണം. ഇവിടെ ബോച്ചേനെ കുറ്റം പറയില്ല, ബോച്ച ഇതൊന്നും അറിയുന്നുണ്ടാവില്ല, സ്റ്റാഫ് പറ്റിക്കാവുമെന്ന് എന്ന് പറയുമ്പോൾ IQ ലെവൽ കുറഞ്ഞ ആൾക്കാർ വിശ്വസിക്കും, ഓ പാവം മനുഷ്യൻ, അയാൾ പറ്റിക്കപ്പെട്ടു, സ്റ്റാഫ് പറ്റിച്ചതാവും, ബോച്ചെ പറ്റിക്കാൻ വഴിയില്ലല്ലോ. അപ്പൊ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ സൈക്കോളജികളൊക്കെയാണ് പറയുക. പക്ഷെ തമിഴ്മാരായ നിങ്ങൾക്ക് അത്ര സൈക്കോളജി അറിയാൻ സാധ്യതയില്ല. എന്നാലും ഒന്ന് ചോദിച്ചതാണ്. ഒരുപാട് പേർക്ക് ഞാൻ ഫ്രീ ആയിട്ട് തന്നെ കൊടുത്തത്. അയ്യോ, ഇത്രയധികം ടീ പാക്കറ്റ്സ് ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാന്ന് പറയണേ, വലിയ മനസ്സുള്ള അണ്ണനാണ്. എന്തിനാ കൊടുക്കണേ? ചായ നല്ല അടിപൊളിയല്ലേ, സൂപ്പർ സ്ട്രോങ് ചായ കുടിച്ചോടെ, എന്തിനാ വെറുതെ ഫ്രീ കൊടുക്കണേ? ആരവിടെ മാനേജർ വന്നാലും ശരി, ഒരു തേയില ഫ്രീ, ഒരു ഇടികല്ലും ഫ്രീ ആയിട്ട് കൊടുക്കും. അമ്മേ തകർത്തു. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങള്, ഞാനാണ് മാർക്കറ്റിംഗ് പുലി എന്ന് വിചാരിച്ചത്, നിങ്ങള് മാർക്കറ്റിംഗ് ഗുരു തന്നെ. അണ്ണാ നമിച്ചു. അവസാനം നിങ്ങളുടെ അരക്കല്ലെടുത്ത് കാണിച്ചു അല്ലേ, ഫ്രീ ആയിട്ട് ബോച്ചയ്ക്കും സ്റ്റാഫിനൊക്കെ അരക്കല്ല് കൊടുക്കുന്നു പറഞ്ഞു. ഇനിയിപ്പോ എത്ര ലക്ഷം ആൾക്കാരെ ഈ അരക്കല്ല് കാണാൻ പോണേ എന്ന് നിങ്ങൾക്കറിയാം. ഞാൻ ഈ മറുപടി തരുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ വീഡിയോ കാണും.
അടിപൊളി മാർക്കറ്റ്. ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്, ഇതൊക്കെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യും. പക്ഷെ ഇത് ആദ്യം കാണിക്കണമായിരുന്നു. ഒരു കയ്യില് ടീ പൗഡറും ഒരു കയ്യില് അരക്കല്ലും പിടിച്ചാൽ മതിയായിരുന്നു. എന്തായാലും ഫ്രീ വേണ്ട, ഞാൻ വരുമ്പോ അരക്കല്ല് പൈസ തന്നെ നിങ്ങളുടെ കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചോളാം. ഏട്ടാ, എന്റെ കടയിൽ നിന്ന് ടീ വാങ്ങിയതല്ലേ, അരക്കല്ല് നിങ്ങളുടെ കടയിൽ നിന്ന് പൈസ ഒന്ന് വാങ്ങിച്ചോളാം. 1 ലക്ഷം രൂപ തരാനായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പൊ മറുപടി വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. അപ്പൊ ഇനി സന്ധിക്ക് വരയ്ക്കും. വണക്കം മന്ന.